ഈ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. വിജിലൻസ് ഡയറക്ടർ പ്രത്യേക ടീം രൂപീകരിക്കണമെന്നും നിർദ്ദേശം. മഹസർ ഉൾപ്പെടെ എല്ലാ രേഖകളും വിജിലൻസ് ഡയറക്ടർക്ക് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വർണം സംഭാവന ചെയ്തവരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, UDF കാലത്തെ ഭരണസമിതിയാണ് അന്ന് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിക്കുന്ന 12ാമത്തെ ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന മറ്റൊരു കാര്യം ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. അത് കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് ഗുരുതര സ്വഭാവത്തിലുള്ളതാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഇന്ന് 2017 ഭരണസമിതിയിലുണ്ടായിരുന്ന അജയ് തറയിൽ നടത്തിയൊരു പ്രസ്താവന നമുക്ക് മുൻപിലുണ്ട്. അതായത് കൊടിമര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മറ്റാരുടെയും സ്പോൺസർഷിപ്പ് കൈപ്പറ്റിയിട്ടില്ല, മറ്റാരിൽ നിന്നും സ്വർണം കൈപ്പറ്റിയിട്ടില്ല തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ ചീഫ് വിജിലൻസ് സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് 6ഓളം ആളുകളിൽ നിന്നായി 412ഓളം ഗ്രാം സ്വർണം ആദ്യഘട്ടത്തിൽ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ അതൊന്നും മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതാണ് ഇതിലൊരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അത് തന്നെ കോടതിയും പറയുന്നു. ദേവസ്വം ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ന ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ പ്രത്യേക ടീം രൂപീകരിക്കണം, അതോടൊപ്പം തന്നെ മഹസറുകളെല്ലാം പരിശോധിക്കണം, മഹസറുകളെല്ലാം കൈമാറാനാണ് ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സ്വർണം സംഭാവന ചെയ്തു എന്ന് പറയുന്ന 6ഓളം ആളുകളുണ്ട്. അതിൽ ചില നിർമ്മാതാക്കളും അതോടൊപ്പം തന്നെ സെലിബ്രിറ്റികളുമുണ്ട്. അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തണം, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കണം. അങ്ങനെ പ്രാഥമിക റിപ്പോർട്ട് 30 ദിവസത്തിനകം സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ ഇതേ ദേവസ്വം ബെഞ്ച്, ഇതേ ജഡ്ജിമാർ അല്ലെങ്കിൽ പോലും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞതാണ് ശബരിമലയിലെ പുനഃപ്രതിഷ്ഠ നിർമ്മാണ, അതായത് കൊടിമര പുനഃപ്രതിഷ്ഠ അത് വളരെ മികച്ച രീതിയിൽ നടന്നു. അന്ന് അതിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് കമ്മീഷണറെ അഭിനന്ദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൊണ്ടാണ് നേരത്തെ UDF ഭരണസമിതിയിലെ ആളുകളൊക്കെ ഈ അന്വേഷണം വരുന്നു എന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിച്ചത്. പക്ഷേ നിലവിൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാഥമികമായ കണ്ടെത്തലുകൾ അതൊരല്പം ഗൗരവകരമാണ്. ഗുരുതരമായ വീഴ്ച, ഗുരുതരമായ ക്രമക്കേട് ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ചുരുളഴിക്കാനാണ് ഇനിയിപ്പോൾ ദേവസ്വം വിജിലൻസ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രത്യേക ടീമിനെ രൂപീകരിച്ചിട്ടുള്ളത്. മറ്റൊരു വശത്ത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. 4 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു. 262 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് VSSCയിൽ നിന്ന് വന്ന അന്തിമ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇനി നടത്താൻ പോകുന്ന റിപ്പോർട്ടുമാണ്. അതായത് ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകരുത്. ആ പശ്ചാത്തലത്തിലാണ് VSSC പരിശോധനയ്ക്ക് പുറമെ ഒരിടത്തുകൂടി പരിശോധിക്കണമെന്ന SITയുടെ ആവശ്യം ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നതെന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ ഉത്തരവിൽ. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.